മോർണിംഗ് ഇന്ന് മാർച്ച് 18 ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പം മാർക്കറ്റ് ഇന്നത്തെ നമ്മുടെ ഓപ്പണിംഗ് സിനാറിയോസ് നമുക്ക് നോക്കാം. അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതിനെ പറ്റി ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പം നമുക്കറിയാം മാർക്കറ്റിൽ നമ്മൾ 2-3 ദിവസമായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് 22,300 ആ റേഞ്ചിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. അതുകൂടാതെ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഈ ലെവലിൽ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗൺസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ആദ്യത്തെ ദിവസം 1000 തവണ ഇത്രയും വലിയ ബൗൺസ് നടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ലെവലിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും വീണ്ടും അവിടെ നിന്ന് ബൗൺസ് കിട്ടി. വീണ്ടും ആ ലെവലിലോട്ട് വന്നപ്പോഴത്തേനും വീണ്ടും അവിടെ നിന്ന് ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് കിട്ടി. വീണ്ടും ആ ലെവലിൽ അവിടെ വന്നപ്പോഴത്തേനും വീണ്ടും അവിടെ നിന്ന് ഇന്നലെ, അതായത് മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച ദിവസം അവിടെ നിന്ന് ഷാർപ്പായിട്ട് വീണ്ടും ഒരു ബൗൺസ് കിട്ടി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറെ കാര്യമുണ്ട്. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിന് അടുത്ത് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും ഇവിടെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. ഇവിടെ ഈ ലെവലിൽ അവിടെ നിന്ന് ഷാർപ്പായിട്ട് ബൗൺസ് ചെയ്തു. വീണ്ടും ഇന്നലെ തിങ്കളാഴ്ച ദിവസം ഈ ലെവലിനടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും അവിടെ നിന്ന് ഷാർപ്പായിട്ട് ബൗൺസ് ചെയ്തു. അതായത് ഈ ലെവലിന് അടുക്കും തോറും അവിടുന്ന് ശക്തമായിട്ടുള്ളൊരു ബൈങ് ഈ ലെവലിൽ നടക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൂടാതെ മാർക്കറ്റ് ഇപ്പം ഈ ഒരു ലോ കഴിഞ്ഞ് മുകളിലാണ് അടുത്ത ലോ, അതിനെ കഴിഞ്ഞ് മുകളിൽ അടുത്ത ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഒരു ഹയർ ലോ പാറ്റേൺ മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന്, അതായത് ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പം 3 തവണ സെല്ലിങ് വന്നു. അതായത് ഇവിടെ സെല്ലിങ് വന്നു, ഇത് സെക്കൻഡ് ടൈം ഇവിടെ, തേർഡ് ടൈം ഇവിടെ സെല്ലിങ് വന്നു, ഫോർത്ത് ടൈം ഇന്നലെ വീണ്ടും ഈ ലെവൽ വന്നപ്പോഴത്തേനും സെല്ലിങ് വന്നു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതായത് ഈ ലെവലിൽ നിന്ന് ഉള്ള സെല്ലിങ്ങിന്റെ ഇന്റൻസിറ്റി, അതായത് അല്ലെങ്കിൽ ആ ഒരു സെല്ലിങ്ങിന്റെ ഒരു ഇന്റൻസിറ്റി, അതായത് ഈ ഒരു ലെവല് ആദ്യം വന്നപ്പോഴത്തേനും നടന്ന ആ ഒരു സെല്ലിങ്ങിന്റെ അത്രയും ഇവിടെ വന്നിട്ടില്ല. അതായത് ഈ ലെവലിൽ നിന്ന് ഇവിടം വരെ സെല്ലിങ് വന്നു ആദ്യത്തെ തവണ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ തവണ ഇവിടുന്ന് ഇവിടം വരെ വന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സെയിം ലെവൽ എത്തിയപ്പോഴത്തേനും ഇവിടം വരെ വന്നിട്ടുള്ളൂ. അതായത് ഒരു ഹയർ ലോ പാറ്റേൺ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിപ്പോൾ നിൽക്കുന്നത് നിഫ്റ്റി. അതുകൊണ്ട് ഈ ഒരു ലെവല് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇപ്പം നിഫ്റ്റി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം മാർക്കറ്റ് അൺലെസ് ആൻഡ് ഈ 22,300 എന്ന് പറഞ്ഞ ലെവൽ നിഫ്റ്റി താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഒരു പുട്ട് സൈഡിലോട്ട് നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ മാർക്കറ്റ് താഴോട്ട് വന്നെങ്കിൽ പോലും ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ആസ് ഓഫ് നൗ. അതാണ് നമ്മൾക്ക് മാർക്കറ്റ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം അതുകൂടാതെ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലൂടെ നമുക്ക് നോക്കാം. ഇതാണ് മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട്. അപ്പൊ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എടുക്കുന്ന സപ്പോർട്ടിനെ പറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ എപ്പോഴൊക്കെ മാർക്കറ്റ് 2 തവണ ഈ ലെവലിനടുത്ത് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തപ്പോഴെല്ലാം ഈ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈങ് അവിടെ നടന്നിട്ടുണ്ട്. അതായത് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ മാർക്കറ്റ് 2 തവണ ഈ ലെവലിനടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ സംഭവിച്ചതാണ് എന്താണെന്ന് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ ലെവലിൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേന് അവിടുന്ന് സെല്ലിങ് വന്നു, വീണ്ടും രണ്ടാമത്തെ ദിവസം വീണ്ടും അവിടെ തന്നെ ഓപ്പൺ ചെയ്തപ്പോഴത്തേന് അവിടുന്ന് സെല്ലിങ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഈ ലെവലിൽ സപ്പോർട്ട് ലെവലിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് വീണ്ടും ഈ ലെവൽ വന്നപ്പോഴത്തേനും അവിടുന്ന് ഒരു സെല്ലിങ് വന്നു. അതായത് ലോങ് ഒരു അപ്പർ വിക്ക് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡലിലുണ്ട്. അപ്പം അതുകൊണ്ട് ആസ് ഓഫ് നൗ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 22,560, 22,550 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഇപ്പം നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ലെവൽ കംഫർട്ടബിളി ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡില് ക്ലോസിങ് ഈ ലെവലിന്റെ മുകളിൽ കിട്ടിയെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനിയിപ്പം ഇവിടുന്ന് ഒരു അപ്സൈഡ് നിഫ്റ്റിക്ക് ഒരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട്
നിഫ്റ്റി ഇപ്പം ഈ ഒരു റേഞ്ചിനകത്താണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് ഈ ഒരു ക്യാൻഡലിന്റെ റേഞ്ചിനകത്തൊന്നും നിഫ്റ്റിക്ക് ഇതുവരെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് താഴോട്ടും പറ്റിയിട്ടില്ല, മേലോട്ടും പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റിയുടെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനി ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉള്ളൂ. അപ്പം ഇതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ കപ്പ് ആൻഡ് ഹോൾഡർ എന്ന് പറഞ്ഞ ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ പറ്റി അല്ലെങ്കിൽ ഒരു ചാർട്ട് പാറ്റേണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. അപ്പം ഇതാണ് ഒരു കപ്പ് ആൻഡ് ഹോൾഡർ ഒരു ചാർട്ട് പാറ്റേൺ. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു കപ്പ് ആൻഡ് ഹോൾഡർ ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുള്ളിഷ്, അതായത് ഒരു ഫോളിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്ത് അതിനുശേഷം മാർക്കറ്റിന്റെ ഒരു അപ് ട്രെൻഡിന്റെ സിഗ്നൽ തരുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് കപ്പ് ആൻഡ് ഹോൾഡർ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഒരു പാറ്റേൺ പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് നിഫ്റ്റി ഇവിടുന്ന് വീണ്ടും ഇത് അപ്സൈഡിലൂടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നിഫ്റ്റി മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേൺ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ ഇത് ഫെയിൽ ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോകുന്ന പോസിബിലിറ്റിയാണ് നമ്മൾ ഈ ഒരു കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേൺ പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അതുകൂടെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ നിഫ്റ്റിയിൽ കണ്ടു, നിഫ്റ്റി ഇപ്പം ഒരു റേഞ്ചിലാണ് നമ്മൾ കണ്ടു. പക്ഷെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ടിൽ ഒരു ക്യാൻഡലിന് മുകളിൽ അടുത്ത ക്യാൻഡിൽ, ആ ക്യാൻഡലിന് മുകളിൽ അടുത്ത ക്യാൻഡിൽ, ആ ക്യാൻഡലിന് മുകളിൽ അടുത്ത ക്യാൻഡിൽ, അപ്പൊ അങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതും ഒരു അപ്വേർഡ് ഒരു സിഗ്നൽ ആണ്, അതായത് ഒരു അപ്വേർഡ് ജേർണിയുടെ സിഗ്നലാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ എന്നാലും ഈ പറയുന്ന ലോങ് അപ്പർ വിക്കുകളൊക്കെ സെല്ലിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് മുകളിലോട്ട് പോകുമ്പോഴത്തേനും കംഫർട്ടബിൾ ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, 1, 2, 3, 4 ഈ 4 ക്യാൻഡലുകൾക്കും ലോങ് ആയിട്ടുള്ള അപ്പർ വീക്കുകളുണ്ട്. അതായത് എപ്പോഴും ഡേ ഹൈയിൽ നിന്നും ഒരു ഷാർപ്പ് സെല്ലിംഗ് അവിടെ വരുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഒരു നിങ്ങളുടെ കോൾ ഓപ്ഷൻ, നിങ്ങളുടെ ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് പ്രകാരം നിങ്ങൾ എടുത്തെങ്കിൽ പോലും അവിടെ ഇപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നിടം വരെ നല്ലൊരു സെല്ലിങ് ടോപ്പിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഈ ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് സിനാരിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിലോട്ട് പോകാം. അപ്പൊ നിഫ്റ്റി ഇന്നലെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, മാർക്കറ്റ് നമുക്ക് ഓപ്പണിംഗിൽ, അതായത് നമുക്ക് ഇന്നലെ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടിലാണ് ഇന്നലെ ഓപ്പൺ ചെയ്തതെങ്കിലും ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഒരു ലോങ് ഗ്രീൻ ക്യാൻഡിലാണ്. കാരണം വെച്ചാൽ നമുക്കിവിടെ ഒരു ഓപ്പണിംഗിൽ നമുക്കൊരു എൻട്രി എടുക്കാനുള്ള സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ നിഫ്റ്റി ഇന്നലെ ഓപ്പണിംഗിൽ തന്നെ ഒരു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഓപ്പണിംഗിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ഇന്നലെ തന്നിട്ടുണ്ടാവത്തില്ല, ആർക്കും കിട്ടിയിട്ടുണ്ടാവത്തില്ല. പിന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇന്നലത്തെ ഈ ഒരു 3 തവണ റിജക്ഷൻ വന്ന ഈ ലെവൽ വന്നപ്പോഴത്തേനും വേണമെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലാതെ ഇന്നലെ മാർക്കറ്റിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇല്ലായിരുന്നു വേണമെങ്കിൽ പറയാം. അപ്പം എക്സാക്ട്ലി ആ ലെവൽ വന്നപ്പോഴത്തേനും മാർക്കറ്റ് അവിടെ നിന്ന് ഒരു സെല്ലിങ് നടന്നു. ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിഫ്റ്റിയിലാണെങ്കിൽ
ഏകദേശം 100 ശതമാനം പോയിന്റ്സിന്റെ ഫോള് ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും വന്നു. അതായിരുന്നു ഇന്നലത്തെ നമുക്ക് ആകെ ഒരു എടുക്കാൻ പറ്റുമായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അതായിരുന്നു. അതല്ലാതെ പിന്നെ മാർക്കറ്റ് ഇന്നലെ ഫുൾ ഏകദേശം ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് ഇന്നലത്തെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഇന്നലെ നമ്മളിപ്പോൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതായത് ഇന്നലത്തെ റൈസിന്റെ 50% ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് 22,479 അല്ലെങ്കിൽ 22,480 എന്ന് പറഞ്ഞതാണ് ഈ ഒരു അപ്പ് മൂവ്മെന്റിന്റെ 50% റിട്രേസ്മെന്റ്. അപ്പം അതായത് അതിന് മുകളിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ ഈ ഒരു ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ്മെന്റിന്റെ 50% കൂടുതൽ ഫോള് ചെയ്തെങ്കിൽ പോലും അതവിടെ സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തു. അതായത് ഡേ ഹൈക്ക് എടുത്ത് തന്നെയാണ് ഏകദേശം നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിങ്, തിങ്കളാഴ്ചത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ബുള്ളിഷ് ക്ലോസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിഫ്റ്റിക്ക് ഇപ്പം ഈ ഒരു ലെവൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനിയിപ്പം ഇവിടുന്ന് ഒരു ഫർദർ അപ്പ് മൂവ്മെന്റിനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ. അതുകൂടാതെ ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്താലും നല്ല സെല്ലിംഗ് വന്ന് ഈ ലെവലോടെ മേളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കോൾ ഓപ്ഷൻ ഈ ലെവലിന് മുകളിൽ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ പോലും ഈ ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവല് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. 22,664. അപ്പം നമുക്ക് അപ്പം ഇത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനുശേഷം പിന്നീട് ആ ഒരു ദിവസം മുഴുവനും ഫുൾ ഒരു സൈഡ് വേസ് ആയിട്ടാണ് മൂവ് ചെയ്തത്. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇന്നലെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് ഇന്ന് സംഭവിക്കാനുള്ള പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇൻ കേസ് ഇപ്പം ഇതിന് താഴെ വല്ലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് ഇപ്പം ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇന്ന് നടക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം, ചിലപ്പോൾ നിഫ്റ്റിയിൽ സംഭവിക്കാൻ പോകുന്നത്, നിഫ്റ്റി ഇൻ കേസ് ഇപ്പം ഇവിടെ ഓപ്പൺ ചെയ്തു, ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് ചിലപ്പം സംഭവിക്കാൻ പോകുന്നത് നിഫ്റ്റിയും വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റി എപ്പോഴാണോ ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ നിഫ്റ്റി ഇതിന്റെ താഴോട്ട് പോയാൽ ഈ ലെവല് തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ല. ഈ ലെവലിൽ തന്നെ വന്നിട്ട് സപ്പോർട്ട് എടുക്കണം നിർബന്ധമില്ല. ബാങ്ക് നിഫ്റ്റി ഏത് സമയത്താണോ അതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയം, ആ സമയത്ത് നിഫ്റ്റി ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഇൻ കേസ് നിഫ്റ്റിയും ഇതിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് നിഫ്റ്റി ഇൻ കേസ് ഈ ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ലെവല് സപ്പോർട്ടായിട്ടൊന്ന് വാച്ച് ചെയ്യണം. ഈ ലെവല്, അതായത് ഇന്നലത്തെ ലോയെ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ഇൻ കേസ് നിഫ്റ്റി വീണ്ടും ഈ ലെവൽ 22,386 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ലെവലും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ നിഫ്റ്റിയുടെ ഹയർ ലോ പാറ്റേൺ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. അതായത് ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ലെവൽ നോക്കേണ്ടി വരും. അതായത് ഈ ഒരു ഹയർ ലോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ ഈ ലെവലിന് താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ലെവലിൽ ബ്രേക്ക് ഡൗൺ ചെയ്താലും നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ടായി. അപ്പം അതുകൊണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റി ഒരു ബിയറിഷ് മോഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചർ, അതായത് ഹയർ ലോ സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കെയർഫുൾ ആയിരിക്കണം. പിന്നെ നമുക്ക് അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഇൻ കേസ് ഈ PDCക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു PDCക്ക് മുകളിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്ത പോസിബിലിറ്റി ഇവിടുന്ന് വേണമെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ലെവലിന് മുകളിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇൻ കേസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ PDCക്ക് മുകളിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഈ ലെവലിന് മുകളിൽ 1/4 മണിക്കൂറെങ്കിലും ഈ PDC റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സപ്പോർട്ട് എടുത്ത് നിൽക്കുവാണെങ്കിൽ മാത്രം നമുക്കൊരു ബ്രേക്ക് ഔട്ട് എക്സ്പെക്ട് ചെയ്യാം.
അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നില്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കുമ്പോഴത്തേനും നിഫ്റ്റിയിലും ഒരു ഒരു താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു പ്രീവിയസ് സിംഗിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിഫ്റ്റിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ പ്രീവിയസ് സിംഗിളോയാണ്. അപ്പം അതുകൊണ്ട് ഈ പ്രീവിയസ് സിംഗിളോയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേക്കണം. ഇൻ കേസ് ഈ ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ സിംഗിളോടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇൻ കേസ് ഈ സിംഗിളോ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോ ആണ്. അപ്പം ഈ ലെവലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇൻ കേസ് നിഫ്റ്റി എന്നിപ്പം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ചാടിക്കറി എൻട്രി എടുക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിൽ സെല്ലിങ് നടന്ന ലെവലുണ്ട് മുകളിൽ. അപ്പം അതുകൊണ്ട് ഈ ലെവലിന് മുകളിൽ ഒരു അരമണിക്കൂറെങ്കിലും 3/4 മണിക്കൂറെങ്കിലും 1 മണിക്കൂറെങ്കിലും ഈ PDHന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടാർഗറ്റ്, അതായത് 22,665 എന്ന് പറഞ്ഞ ലെവല് ടാർഗറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് കോൾ ഓപ്ഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ സിനാറിയോ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഗ്യാപ്പ് അപ്പ് അബോവ് PDH, പിന്നെ ഗ്യാപ്പ് ഡൗൺ ബിലോ PDC. ഞാൻ PDC ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് PDC. ഇപ്പൊ PDCക്ക് താഴെ PDLന് മുകളിലായിട്ടുള്ള ഗ്യാപ്പ് ഓപ്പണിങ്. അപ്പൊ സിനാറിയോ 1 എന്ന് പറഞ്ഞാൽ PDCക്കും PDLനും ഇടയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്വിംഗ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എടുക്കണം. ഇൻ കേസ് PDCക്കും ഈ PDHന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ PDH കൊണ്ടൊന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് എപ്പോഴും ഓപ്പണിങ്ങിൽ കൺസിഡർ ചെയ്യുന്ന സിനാറിയോസ് എന്ന് പറഞ്ഞാൽ PDHന് മുകളിലത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, PDHനും PDCക്കും ഇടയ്ക്കുള്ള ഓപ്പണിങ്, PDCക്കും PDLനും ഇടയ്ക്കുള്ള ഓപ്പണിങ്. അപ്പം ഞാൻ എപ്പോഴും ഓപ്പണിംഗ് അനാലിസിസ് ചെയ്യുന്നത് എപ്പോഴും എൻ്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ PDH, PDL, PDC ആയിരിക്കും. അപ്പം നിങ്ങളും മാർക്കറ്റിൽ ഞാൻ ഈ പറയുന്ന ഐഡിയ വെച്ചിട്ട് നിങ്ങളും എല്ലാ ദിവസവും മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തലേദിവസത്തെ ക്ലോസിങ്ങോടുമായിട്ട് ക്ലബ് ചെയ്യണം. അതായത് തലേദിവസത്തെ ക്ലോസിങ് ബുള്ളിഷ് ആണ് ബീറിഷ് ആണ്, ഇതിനെപ്പറ്റി ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് തലേദിവസത്തെ ക്ലോസിങ് ബുള്ളിഷ് ആണോ ബീറിഷ് ആണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ കാണുവാണെങ്കിൽ ഞാൻ ഓരോ ദിവസം മാർക്കറ്റ് ഓപ്പണിങ്ങിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ചാർട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന ആ ഒരു സ്കില്ല് നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആസ് എ ട്രേഡർ നമുക്ക് ചാർട്ടുകൾ നമുക്ക് വഴങ്ങി തരത്തില്ല. അപ്പം ചാർട്ട് എപ്പോഴും നമ്മൾ പ്രൈസ് ആക്ഷനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരിക്കലും നമ്മൾ ഇപ്പം ഇൻഡിക്കേറ്റർ ബഹുഭൂരിപക്ഷവും ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് പ്രൈസ് ഫോം ചെയ്തതിന് ശേഷം മാത്രമേ ആ ഇൻഡിക്കേറ്റർ നമുക്ക് സിഗ്നൽ തരുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വയം ചാർട്ടിൽ എന്താണോ നമുക്ക് സിഗ്നൽ തരുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഗ്രഹിക്കാനായിട്ടുള്ള പറ്റുന്ന ഒരു ലെവൽ എത്തണം. എങ്കിലും മാത്രമേ നമുക്ക് ഒരു കൺവിക്ഷനോടുകൂടി ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഇൻഡിക്കേറ്റർ ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. പ്യുവർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ബേസ്ഡ് മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സിനാരിയോസ് നിങ്ങൾ ഇന്ന് മനസ്സിലുണ്ടായിരിക്കണം. അതായത് PDHന് മുകളിൽ ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും, PDHനും PDCക്കും ഇടയ്ക്ക് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും, PDCക്കും PDLനും ഇടയ്ക്ക് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും. അപ്പം ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു സപ്പോർട്ട് ലെവലുകളും റെസിസ്റ്റൻസ് ലെവലുകളും എങ്ങനെ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുന്നുള്ളത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് വെച്ചിട്ട് എൻട്രി എടുക്കുക. ഓക്കെ, താങ്ക് യു.